എങ്ങനെയുണ്ട് കേന്ദ്ര ബജറ്റ് എന്ന് ചോദിച്ചാൽ ബ്രിട്ടാസ് പറഞ്ഞ ഈ 3 വാചകങ്ങളിൽ കൃത്യമായി അതിനെ വിലയിരുത്താം. ഏറ്റവും കൂടുതൽ ഫ്ലഡ്സിന് വിധേയമാകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്താൽ അതിലൊന്ന് കേരളമാണ്. ഏറ്റവും കൂടുതൽ മഴക്കെടുതി ഉണ്ടാകുന്ന സംസ്ഥാനം. ഇപ്പോൾ ഈ ഒരു ബജറ്റ് പ്രകാരം മഴയെന്നൊക്കെ പറയുന്നത് അത് ബീഹാറിലും അതുപോലെ തന്നെ അസമിലും ഒറീസയിലും ആന്ധ്രയിലും മാത്രമുള്ള ഒരു പ്രതിഭാസമായിട്ട് മാറിയിരിക്കുകയാണ്. പേരെടുത്ത് പറഞ്ഞു. കേരളം വരൾച്ച കെടുതി സംബന്ധിച്ച് അതുപോലെ വെള്ളപ്പൊക്കെടുതി സംബന്ധിച്ച് സമർപ്പിച്ച പദ്ധതികൾ നിർദ്ദേശങ്ങൾ എത്രയോ ഇവിടെ പരിഗണനയിലുണ്ട്, അല്ലെങ്കിൽ കെട്ടിക്കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പൊതുവേ ഞങ്ങൾ കണ്ടതുപോലെ ഇത് രാജ്യത്തിൻ്റെ ബജറ്റല്ല, ഇത് 2-3 സംസ്ഥാനങ്ങളുടെ ബജറ്റ് മാത്രമാണ്. ഇപ്പോൾ ഒരു ഈസ്റ്റേൺ കോറിഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഈസ്റ്റേൺ കോറിഡോർ ഉണ്ടാക്കിയത് എങ്ങനെയാണ് നമ്മൾ നോക്കുക. അതായത് ആന്ധ്ര വരെ എത്തിച്ചിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിനെ ഒരിക്കലും ഒരു കിഴക്കൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇതുവരെ കരുതിയിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം പോലും തിരുത്തി എഴുതിയിരിക്കുകയാണ് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്, അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്. മോഡിക്ക് അധികാരത്തിൽ തുടരാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഭൂഘടന തന്നെ മാറ്റി തിരുത്തി കുറിക്കുന്ന ഒരു ബജറ്റാണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. തീർന്നില്ല. നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കേന്ദ്ര രാജാവിനെ കിട്ടിയതിന് ശേഷം കേട്ട തള്ളുകൾക്ക് ഒരു കുറവുമില്ല. ഒരു MP തന്നാൽ കേരളത്തിന് വാരിക്കോരി തരുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്താണെന്ന് പറഞ്ഞില്ല, തരുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. തന്നു. അതിനെക്കുറിച്ച് ബ്രിട്ടാസ് പറഞ്ഞു. ഏറ്റവും വിചിത്രമായിട്ട് കാര്യം 22 ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകൾ ഇവർ അനുവദിച്ചു. ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃകയായ കേരളത്തിന് മാത്രം നമ്മൾ ഭൂമി അക്വയർ ചെയ്ത് കൊടുത്തിട്ട് പോലും ഇതുവരെ അനുവദിച്ചിട്ടില്ല. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ പത്രമാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള ആ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും എന്തായിരുന്നു? എവിടേക്കോ സർക്യൂട്ട് വരുന്നു. ലൂർദ് മാതാവിനെ കാണാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക സർക്യൂട്ട്. ഇപ്പം ലൂർദ് മാതാവിൻ്റെ സർക്യൂട്ടും ഇല്ല, കേരളത്തിലെ ഒരു സർക്യൂട്ടും ഇല്ല. ഈ പറഞ്ഞ ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ മേഖലയൊന്നും ബന്ധിപ്പിക്കുന്ന ഒരു സർക്യൂട്ടും ഇല്ല. ഈ സർക്യൂട്ടൊക്കെ ഇപ്പം ബീഹാറിലും ഒറീസയിലും അതുപോലെ തന്നെ ആന്ധ്രയിലുമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. സർക്യൂട്ടില്ല. വടക്കിഴക്കൻ സംസ്ഥാനത്തിൽ ആസാമാണ് വന്നത്. ഇതെല്ലാം ഇത്രത്തോളം ബ്ലേറ്റന്റ് ആയിട്ട് നഗ്നമായിട്ട് രാഷ്ട്രീയം പറയുന്ന ഒരു ബജറ്റിനെ കണ്ടിട്ടില്ല. ബജറ്റിന് ഒരു രാഷ്ട്രീയ വീക്ഷണം ഉണ്ടാകാറുണ്ട്, പക്ഷേ കറകളഞ്ഞ അധികാര രാഷ്ട്രീയമാണ് ഈ ബജറ്റിൽ അടിമുടി പ്രതിഫലിക്കുന്നത്. ഉളുപ്പില്ലാത്തൊരു കേന്ദ്ര കോപ്പർ രായാവ് തന്നെ. ചുമ്മാ വാചക കസറത്തും ഡയലോഗ് അടിക്കപ്പുറം ഒരു ചുക്കുമില്ല. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിന് കൊട്ട കണക്കിന് വാങ്ങിച്ചുകൊണ്ട് വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കൊട്ടയില്ല, പദ്ധതിയില്ലാത്തൊരവസ്ഥയായി. ഗതികേടെ ഇനിയുമുണ്ട്. അതായത് ബജറ്റിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയെ ഇത്രമാത്രം അവഗണിച്ച ഒരു ബജറ്റില്ല. അങ്ങനെ ഒരു ഭൂപ്രദേശം നമ്മുടെ നാട്ടിലില്ല എന്ന രീതിയിലാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. കേരളം, കർണാടക, തമിഴ്നാട്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളെ ഈ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണോ എന്ന് സംശയമുണ്ടാകുന്നുണ്ട് എന്ന് ബ്രിട്ടാസ് പറഞ്ഞ വാചകം വളരെ കറക്റ്റാണ്. തീർത്തും ദൗർഭാഗ്യകരം. ഒരു ധനമന്ത്രിക്ക് അല്പം ഇളഭ്യത തോന്നേണ്ടതാണ്. എന്നാ കാരണം എന്ന് വെച്ചാൽ ബജറ്റിന്റെ ഇത്രയും സമയം 2 സംസ്ഥാനങ്ങളിലെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ പറഞ്ഞാൽ തന്നെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒന്ന് പോകണം. ദക്ഷിണേന്ത്യ എന്നുള്ളൊരു ഭൂപ്രദേശം ഈ ബജറ്റിന്റെ പരിഗണനയിലേ വന്നിട്ടില്ല. അതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇത് സ്വാഭാവികമായിട്ടും ഇതൊരു പോരാട്ടത്തിന്റെ നാന്ദി കുറിച്ചിരിക്കുന്ന സമയമാണ്. ഞങ്ങളിപ്പോൾ രാജ്യസഭയിൽ പിന്നെ വാക്കൗട്ട് നടത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കേരള സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശക്തമായ പ്രക്ഷോഭപാതയിലേക്ക് പോകുന്നു. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി രാഷ്ട്രീയം വേണ്ട എന്ന്. അവർ യോജിച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ സംയുക്തമായിട്ടുള്ള ഒരു നിവേദനം ഞങ്ങൾ കൊടുക്കും. പഴയ സമീപനമാണോ അവർ പുതിയ സമീപനമാണോ സ്വീകരിക്കുന്നത്, ആ യോഗത്തിന് അവർ നൽകിയ ഉറപ്പ് പാലിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ബീഹാറിനും ഹൈദരാബാദിനും 3ാം തവണ അധികാരത്തിലേറാൻ അവസരം കൊടുത്തതിന് അവർക്ക് വേണ്ടി ഒരു ബജറ്റ് അവതരിപ്പിച്ചു. പിന്നെ ഒഡീഷയിൽ ആദ്യമായിട്ട് BJP സർക്കാർ വന്നതുകൊണ്ട് അവർക്കും പരിഗണന. ദക്ഷിണേന്ത്യക്കും എന്തൊക്കെയോ അല്ലറ ചില്ലറ കൊടുത്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം ഈ ഭൂപ്രകൃതിക്ക് പുറത്താണെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഗാന്ധിയുടെ ദർശനങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ
നമ്മൾ ഒരു വലിയ തീരുമാനമെടുക്കുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനെ മനസ്സിൽ കാണണം. ഇതിപ്പോൾ മനസ്സിൽ കണ്ട 2 സാധാരണക്കാർ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും. അവർക്ക് 2 പേർക്ക് വേണ്ടി ഒരു ബജറ്റിനെ അങ്ങ് വിറ്റഴിച്ചിരിക്കുകയാണ്. എന്തൊരവസ്ഥയാണ് നമ്മുടെ നാടെന്നേ. അത് കൃത്യമായി തന്നെ രാജ്യസഭ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് പറഞ്ഞു വെച്ചു.